നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. 25.1.5 പുതിയ വേർഷൻ. നിങ്ങൾ ഏത് ഫോണിലാണോ നിങ്ങൾ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ആ ഫോണിലാണ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് സന്ദർശിച്ച് ആ ഭാഗത്ത് പോർഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അപ്ഡേറ്റ് എന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 100% എന്നുള്ളത് ഉറപ്പാക്കുക. അതിനുശേഷം നിങ്ങളുടെ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ 25.1.5 വന്നു എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ തടസ്സങ്ങളാണ് തരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ പോർഷൻ ട്രാക്കർ എന്നത് ഒപ്റ്റിമൈസേഷൻ്റെ പാതയിലാണ്. അതായത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ 2-3 ദിവസമായി ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അംഗൻവാടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എത്ര ശ്രമിച്ചാലും അംഗൻവാടി തുറന്നതായിട്ട് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ കറക്കം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ള സവിശേഷതയാണ്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് FRSുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് THR വിതരണം സാധ്യമാകുന്ന സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കുന്ന ഗുണഭോക്താവിൻ്റെ ഇമേജുകളൊന്നും തന്നെ കൃത്യമായിട്ട് പതിഞ്ഞു വരാത്തൊരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള പുതിയൊരു മാറ്റമാണ് 25.1.5 കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയം, അതായത് ഈ പേജിൽ നിന്ന് നമ്മൾ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്യുന്ന സമയം പെട്ടെന്ന് നമുക്ക് ആ ഗുണഭോക്താവിൻ്റെ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ അപ്ഡേഷനിൽ കൃത്യമായി മനസ്സിലാക്കി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ പറയുന്ന അപ്ഡേഷൻ യഥാസമയം തന്നെ വന്നു എന്നുള്ളത് ആദ്യം ഉറപ്പാക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുക. താങ്ക്